വയനാട് കള്ളാടിയിൽ തുരങ്കപാതയുടെ പദ്ധതി പ്രദേശത്തുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ 4 മരണം. തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തിയും മണ്ണിടിച്ചിലിൽ തകർന്നു. മണ്ണിനടിയിൽ കുടുങ്ങിയ 9 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന മീനാക്ഷി പാലത്തിന് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. രാവിലെ 11:15 ദുരന്തം. ആൾക്കാരുണ്ടായിരുന്നു, പണിക്കാരുണ്ടായിരുന്നു ഫുള്ളായിട്ട്. ആ കടയിലും ആളുണ്ടായിരുന്നു, ബസ് സ്റ്റോപ്പിൽ. ഇവിടുന്ന് ഇപ്പോൾ ഒരാളെ പോയി എടുത്തുകൊണ്ടേ മെച്ചായിട്ട് കാണുന്നത്. കുറെ ആൾക്കാരൊക്കെ കാലൊടിഞ്ഞിട്ട് വണ്ടി കെട്ടിക്കുന്നത്, അതിന്റെ വണ്ടിയൊക്കെ കെട്ടിക്കൊണ്ടത്. ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു, ചെറിയൊരു പള്ളി ഇപ്പൊ കാണാനില്ല. ആ വീടിന് ചെറിയ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ മുതൽ പ്രദേശത്ത് കനത്ത മഴ പെയ്തിരുന്നു. അതിനാൽ നിർമ്മാണ പ്രദേശത്ത് ജോലിക്കാർ വളരെ കുറവായിരുന്നു. തുരങ്കപാത നിർമ്മാണ ജോലിക്കാരും പ്രദേശത്തുണ്ടായിരുന്നവരുമാണ് മണ്ണിനടിയിൽപ്പെട്ടത്. വാഹനങ്ങളും മണ്ണിനടിയിൽ കുടുങ്ങി. ആളുകൾ നോക്കി നിൽക്കെയാണ് ബസ്സും ലോറിയും ഒലിച്ചു വന്നത്. 2 പേർ ലോറിക്കടിയിലേക്ക് വീണെങ്കിലും ചെളിയിൽ പൊതിഞ്ഞ് രക്ഷപ്പെട്ടു. அவரை இடியும் போது கண்டு இடிஞ்சு வருது. நம்ம ஓடிடுவோம்னு நினைச்சு எங்கிட்டு போனோன்னு எங்களுக்கும் தெரியல. ஓடி வந்தோடனே அந்த வண்டி தண்ணி நினைச்சுக்கிட்டு இருந்தது. அதுவும் எங்க பின்னாடியே வந்திருக்கு. அதுவும் நாங்க பார்க்கல. எப்படி விழுந்தோம், எப்படி எந்திரிச்சோம்னு எங்களுக்கு தெரியல. കുടുങ്ങിയിട്ട് വന്നിട്ട് വണ്ടിയുടെ അടിയിൽ കുടുങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പെണ്ണുങ്ങളും മണ്ണില കുടുങ്ങി. അപ്പൊ വലിച്ചു കയറ്റിയതാണ്. അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിൽ ഭൂരിഭാഗം പേരും തുരങ്കപാത നിർമ്മാണത്തിനെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ മേപ്പാടി SIക്കും പരിക്കേറ്റു. കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽ ഒരു വീടും പള്ളിയും കടകളും പൂർണ്ണമായി തകർന്നു. തൊഴിലാളികൾ താമസിച്ചിരുന്ന ക്യാമ്പുകൾക്ക് മുകളിലേക്കാണ് ടൺ കണക്കിന് മണ്ണും ചെളിയും ഇരച്ചെത്തിയത്. മേപ്പാടിയിൽ നിന്നും ചൂരൽമലയിലേക്ക് പോകുന്ന വഴിയിലാണ് അപകടമുണ്ടായ പ്രദേശം. മീഡിയ 1 വയനാട്.